കുത്തിയിരുന്ന് പാടുക. ഒരു സഭയിലാ കൂടുന്നത്, തമ്മിൽ മിണ്ടത്തില്ലല്ലോ, കൈ കൊടുക്കുന്നില്ലല്ലോ, സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നില്ലല്ലോ. അയലത്തുകാർ കാണാതിരിക്കാൻ 5 ഇഷ്ടികയും കൂടെ പൊക്കി കെട്ടിയില്ലേ ഇപ്പം. എന്നിട്ട് കുത്തിയിരുന്ന് പാടുക. ആയിരങ്ങൾ 10,000 ഇതാ. അപ്പുറത്തുകാർ ഒരു കാരണവശാലും കാണാതിരിക്കാൻ 5 ഇഷ്ടിക. ചുണയുള്ളവൻ ആ ഇഷ്ടിക എടുത്ത് നിന്നെ എറിയണം പാട്ട് പാടുമ്പോൾ. നമുക്ക് പ്രമാണമില്ല, പ്രമാണം ഇല്ലാത്തവന് എറിയട്ടെ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അഹങ്കാരം, മത്സരം, ഇത് പൂത്ത് തളർത്ത് നിൽക്കുക. 2 വർഷം കോവിഡിന്റെ രൂക്ഷതയിൽ അഹങ്കാരമെല്ലാം കുറച്ച് അന്നേരം ഇപ്പൊ പിന്നെയും തുടങ്ങി. സ്വന്തം ഭാര്യ മരിച്ചിട്ട് അടുത്തോട്ട് എല്ലാം ഉമ്മ വെക്കാൻ പോലും പടഞ്ഞു വരിക, ദൂരെ നിന്ന് കാണുക. ദൈവം പഠിപ്പിച്ചില്ലേ? നീ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച സ്വന്തം കുഞ്ഞ് പടഞ്ഞു മരിക്കുക, ശ്വാസം കിട്ടാതെ കണ്ടോണ്ട് ദൂരെ നിൽക്കുകയല്ലേ. എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ. എല്ലാരും തന്നെത്താൻ ചിന്തിക്കാനാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. ഭർത്താവിന് ഒടുവിൽ ഒന്ന് കണ്ട് അന്ത്യചുംബനം കൊടുക്കാനൊത്തില്ലല്ലോ, ഭാര്യ കടന്നു പോയപ്പോൾ ഒന്ന് കാണാനൊത്തില്ലല്ലോ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മുടെ അഹങ്കാരവും നെകളവും ഒക്കെ നിർത്ത. എന്തേലും ആയെന്നുള്ള ചിന്തയല്ല അങ്ങ് വിട്. ഒന്നും ആയിട്ടില്ലെന്ന് സമ്മതിക്കേ, അനുദപിച്ച് മടങ്ങി വാ. ജ്ഞാന് തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കാതെ പ്രശംസിക്കുന്ന യഹോവയിൽ പ്രശംസിക്കേ. നിങ്ങളുടെ കൊമ്പ് മേലോട്ടൊന്ന് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. കിഴക്കുന്നു മടക്കുന്നു, കിഴക്കുന്നു പടിഞ്ഞാറ് തെക്കുന്നു വല്ല ഉയർച്ച വരുന്നത്. ഉയർച്ച ഉയരത്തിൽ നിന്നാ. അഹങ്കാരം. ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. മറ്റേ പുള്ളി പറഞ്ഞതുപോലെ അഹങ്കാരം മുഴുക്കുമ്പോഴാണ് ദൈവം പിടികൂടുന്നത്. ഞാൻ പണിത മഹതിയാം ബാബേലല്ലയോ ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ഉലാത്ത് തമ്പുരാൻ നല്ല ഒലത്തി. ഇയാൾ മേളിൽ കൂടെ ഒലത്തിയപ്പം തമ്പുരാൻ. മനസ്സിലാകുന്നുണ്ടോ? എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും നടക്കുകയല്ലെന്നായി പറഞ്ഞത്. പൗലോസ് പറഞ്ഞൊരു പദം കടമെടുക്ക, ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. കണ്ടമാനം പുള്ളി അങ്ങ് ഞാൻ പടുന്ന മഹതിയാം ബാബേലല്ലയോ. സ്തോത്രം. തമ്പുരാൻ പെട്ടെന്ന് പറഞ്ഞു, ഇവനെ തൂക്കാൻ പോവാന്ന്. തൂക്കാൻ ഇവനെ തൂക്കി. കാരണം കനമുണ്ടെന്ന് പറഞ്ഞാ ഒലാത്തുന്നത്. ഈ ദേശത്ത് ഇച്ചിരി കനമുള്ള ആള് ഞാനാ. ഞങ്ങളാണ് കനമുള്ള കുടുംബം, ഞങ്ങളാണ് കനമുള്ള ആൾക്കാർ. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഭയ്ക്കകത്ത് ഇപ്പൊ കനമുള്ളത് ഞങ്ങൾക്കാണ്. ഈ തുരുത്തിക്കാട്ട് അല്പ കനമുള്ളത്, മേളിൽ കൂടെ കടന്ന് മല്ലപ്പള്ളിയിൽ കനമുള്ളത് ഞങ്ങൾ 2-3 കുടുംബക്കാർക്ക്. അങ്ങനെ ഒലാത്തിക്കൊണ്ടിരുന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, ഒലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി ഞാൻ തൂക്കും, ഇന്ന് രാത്രി തൂക്കും എന്ന് പറഞ്ഞ പോലെ സഭ കൂടിയപ്പോ തമ്പുരാൻ പറഞ്ഞു, ഈ കനമുണ്ടെന്നും പറഞ്ഞ് അഹങ്കാരം തളർക്കുകയല്ലേ. അഹങ്കരിച്ചുലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി തൂക്കും. തമ്പുരാൻ പറഞ്ഞു, തുലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തിന്റെ തുലാസ്. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ, ഒത്തപടി അവന് പ്രസാദമാണ്. എന്റെ ഭാവനയാ. ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നു. തുലാസ് വന്നപ്പോ തമ്പുരാൻ, എന്റെ ഭാവനയാ കേട്ടോ, അങ്ങനൊന്നും പുസ്തകത്തിലില്ല, ഒരു ഭാവനയാ. ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ നിൽക്കുക. അപ്പൊ തമ്പുരാൻ ഒരു ദൂതൻ, കോടി ദൂതന്മാരിങ്ങനെ സദാ സന്നദ്ധരായി പാട്ടുകാരൻ പറയും പോലെ ഇങ്ങനെ നിൽക്കുക. ശക്തിയും ബലമേറിയ ദൂതന്മാർ തുലാസ് ഇങ്ങനെ തൂക്കി കിടക്കുക. അപ്പൊ തമ്പുരാൻ പറഞ്ഞ, ആ കക്ഷീനെ ഉലാത്തുന്നവനെ കണ്ടോ? കണ്ട് തട്ടയിലോട്ടിടാൻ പറഞ്ഞു. ത്രാസിന്റെ ഒരു തട്ടയിലോട്ടിടേ. അപ്പോ ദൂതൻ അങ്ങോട്ട് ചെന്ന്, എന്റെ ഭാവനയാ, ചെറിയ പുള്ളിയല്ല ഉലാത്തുന്നത്, തിരുമേനി, വലിയ തിരുമേനി, ചക്രവർത്തി, ഒന്നുകൂടെ പറഞ്ഞ സാമ്രാട്ട്. തമ്പുരാൻ
പറഞ്ഞു സാമ്രാട്ടാന്നോ, ഞാൻ ആട്ടാൻ പോവുക, ആട്ടും. ദൂതൻ അങ്ങോട്ട് ചെന്ന് സാമ്രാട്ടിനെ പിടിച്ച് ദൈവത്തിന്റെ തുലാസിലോട്ട് ഇട്ടപ്പോ ആ സാമ്രാട്ട് കിടന്ന തുലാസിന്റെ ആ തട്ട് അല്പം താന്നു. കനമുള്ള ആളാ കിടക്കുന്നത്, താന്നു. എന്റെ ഭാവനയാ. തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞു, എന്നാ ഗബ്രിയേലെ അല്ലെങ്കിൽ മീഖായേലെ അല്ലെങ്കിൽ അദ്രിയേലെ ഊറിയേലെ ഊരിയേലെ ഇങ്ങേ തട്ടിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു. അപ്പൊ അങ്ങേ തട്ടി സാമ്രാട്ട് വന്ന് കിടക്കുക. തമ്പുരാൻ, എടാ നീ വഴക്കുണ്ടാക്കുന്നവനോട്, എടാ തൂക്കാൻ പോവുക, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ സാമ്രാട്ട് ഇങ്ങനെ തട്ടിക്കിടന്ന് ഇങ്ങനെ ആടുക. തമ്പുരാൻ ദൂതനോട് പറഞ്ഞു അങ്ങേ തട്ടയിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു. അപ്പൊ ഒരു ദൂതന് എന്റെ ഭാവന ഓടി ചെന്ന് ഒരു 500 കിലോയുടെ കട്ടി പോക്കാൻ. തമ്പുരാൻ പറഞ്ഞു അത്ര ഒന്നും കനവില്ലെന്ന് പറഞ്ഞു. നിനക്കാ തോന്നുന്നത് ഇയാൾക്ക് 500 ഉണ്ടെന്ന്, അത്ര ഇല്ല. അപ്പം വേറൊരു ദൂതൻ തന്നെ എന്റെ ഭാവനയാ പകുതി 250. തമ്പുരാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട. ഉടനെ വേറൊരു ദൂതൻ ചെന്ന് 100ന്റെ കട്ടി കിൻഡല്. തമ്പുരാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട. അപ്പൊ വേറൊരു ദൂതൻ ചെന്ന് 50 കിലോയുടെ ഒരു കട്ടി. തമ്പുരാൻ പറഞ്ഞ അത്രയും കനവൊന്നും ഇല്ലടേ. വേറൊരു ദൂതൻ ചെന്ന് 25 കിലോ. ഒരു ദൂതൻ ചെന്ന് 10 കിലോ. അപ്പുറക്കാൻ വേണ്ട മധ്യസ്ഥത അണച്ചതുപോലെ 10 കിലോ വേണ്ട, അത്രയും കനവില്ല. വേറെ ദൂതൻ 5 കിലോ. ദൂതന്മാർ ഇഷ്ടം പോലെ നിൽക്കുക. 5 കിലോയുടെ കട്ടി 2 കിലോ 1 കിലോയുടെ ഇല്ലടേ. എന്നാ 1/2 കിലോയുടെ അതൊന്നും വേണ്ട. എന്നാ 100 ഗ്രാം 50 ഗ്രാമിന്റെ കട്ടി. ഇവിടെ അത്രയും കനവൊന്നുമില്ല. എന്റെ ഭാവനയാ സ്വർണം തൂക്കുന്നത് പോലെ മില്ലിഗ്രാമിന്റെ കട്ടിയെടുത്ത് ഇപ്പുറത്തെ തട്ടയിലിട്ടപ്പോൾ ദൈവത്തിന്റെ ആ ചെറിയ മില്ലിഗ്രാം വീണ തട്ട് താന്നു. സാമ്രാട്ടിന്റെ തട്ട് കനവുണ്ടെന്ന് പറഞ്ഞ കടന്ന് ഉലാത്തിയത്. മില്ലിഗ്രാമിന്റെ കട്ടി ഇങ്ങനെ തട്ടയിലിട്ടപ്പോൾ അതാ താന്നത്. സാമ്രാട്ടാണ്ട് പൊങ്ങിക്കിടക്കുന്നു. സാമ്രാട്ടും തട്ടും. അതാ വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ എന്ന് പറഞ്ഞ നിന്നെ ഇന്ന് രാത്രി തൂക്കി. നിനക്കൊരു കനവും ഇല്ല. നിന്നെ ഇന്ന് രാത്രി ദൈവം തൂക്കി. ഇന്ന് രാത്രി ദൈവം നിന്നെ തൂക്കുന്ന രാത്രിയാ. എന്നെ തൂക്കും, നിന്നെ തൂക്കും, ഇവിടെ ഇരിക്കുന്നവരെ ദൈവം തൂക്കും. ദൈവം തൂക്കുമ്പോൾ അറിയാം. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചില ചിന്തയുണ്ട്, കനമുണ്ട്, ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. ഇല്ലില്ല, ഒന്നുമില്ല. ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോ കുറവുള്ളവനായിട്ട് തന്നെ കാണുന്നത്. ഇന്ന് രാത്രി അനുദപിച്ച് മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ ഓടിച്ചങ്ങ് പോകുകയാ. കർത്താവിന് മഹത്വം. അപ്പോൾ മഹത്വം വിട്ടുപോകാൻ അഹങ്കാരം പൂത്തങ്ങ് തളർത്തൊന്നൂടെ വായിച്ചോ. ഇതാ അത് വരുന്നു, ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടിപൂത്ത അഹങ്കാരം തളർത്തിരിക്കുക. ചിലരുടെ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഹങ്കാരം. അമ്മാമ്മേ, മോളെ എല്ലാ പിള്ളേരും പോലെ അവള് ചിക്കൻ മാത്രമേ, അവക്ക് ചിക്കൻ ഇല്ലെങ്കിൽ അഹങ്കാരമാണ്. മോനെ, അവന് മുള്ളില്ലാത്ത മീൻ വേണം. വേറെ അവൻ ചൂട കൂട്ടുപോ. നോ, മത്തിപ്പീര, അവന് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. പട്ടിണി കിടന്ന് കൂറ കുത്തുമ്പോ നീ കുട്ടൻ കുറിച്ച് തിന്നും. കുട്ടൻ പഴയ കുട്ടൻ. പിന്നെ വലിയ തല, മുടുത്ത തല അടുപ്പിലിട്ട് ചുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാരം കളഞ്ഞു വെച്ച് മകാന്ന് കഴിച്ചത്. എടാ, നിന്റെ അഹങ്കാരമെല്ലാം തീർത്തേച്ചേ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധി ഞാനും നിങ്ങളും അനുഭവിക്ക. നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. വല്ലതുമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക. ഒന്നും നടക്കുകയല്ല. ബലവാൻ തന്നെ ബലത്തിൽ പ്രശംസിക്കരുത്. നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് ചിലരൊക്കെ സഭയൊന്നും ഞാൻ ആരാണ്. എടാ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കോ പുഴു അല്ലെ വര, നിന്റെ പണ്ടി വയറിനകത്ത് കിടക്കുന്ന പീത്ത വര, ഇങ്ങനൊന്ന് ഞൊടിച്ചാ മതി. എന്നാ പറ്റി ബേക്കുട്ടി?
മിണ്ടാമേലെ. കഴിഞ്ഞ ആഴ്ച കമ്മിറ്റി നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ. ഇന്ന് ഏതാണ്ട് മിണ്ടുമെന്നും പറഞ്ഞായിരുന്നല്ലോ. ഒന്നും മിണ്ടാമേല. എന്നെ കൊണ്ടൊരു ചുക്കും പുണ്ണാക്കം നടക്കുകയില്ല. ഞെളിയാതെ ഭയപ്പെട്. ദൈവത്തെ ഭയപ്പെട്. ദൈവത്തെ ഭയപ്പെട്. അനുദപിച്ച് മടങ്ങി വാ. അപ്പുറത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയമ്മ കുഞ്ഞന്നാമ്മ നൈറ്റി ഇങ്ങനെ എടുത്തു കുത്തിയാ പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായി സംസാരിച്ചത്. ജീവശാസ്ത്രപരമായി മനസ്സിലായില്ല. അയ്യോ, ബയോളജിക്കലായിട്ടാ കുഞ്ഞന്നാമ്മ. പിന്നെ അവയവങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയുക. എടുത്തിങ്ങനെ കുത്തി. അവസാനം ആ കുഞ്ഞന്നാമ്മ അങ്ങേയറ്റം പറ്റി കുഞ്ഞന്നാമ്മ മെഡിക്കൽ കോളേജിന്റെ അതിലൂടെ തള്ളിക്കൊണ്ട് പോകുന്നതും കണ്ടതാ. ഇപ്പൊ എന്നെ എടുത്തു കുത്താതെ. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല തങ്കെ. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന അവൻ മനുഷ്യനാ ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെട്. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി പുത്രനെ ചുംബിക്ക്.